എന്താ എത്ര നേരം ഞാൻ നോക്കിക്കണു. എന്താ കാര്യം? ഏട്ടന്റെ ATM കാർഡ് എവിടെ? കാർഡ് കയ്യിലുണ്ട്. എനിക്ക് അതിന്റെ നമ്പർ ഒന്ന് വേണം കേട്ടാ. എന്തിനാ? ഈ സാരി മേടിക്കാൻ. സാരി വാങ്ങിക്കാനാ? അതിനെന്തിനാ ATM കാർഡ്? ഓൺലൈനിൽ നിന്ന് സാരി മേടിക്കാൻ. ഓൺലൈൻ പരിപാടി ഒന്നും വേണ്ട. നിനക്ക് സാരി വേണമെങ്കിൽ അതേ കടയിൽ പോയിട്ട് വാങ്ങിച്ചോ. നല്ലത് നോക്കിയെടുത്ത് വാങ്ങിക്കാം. ഓൺലൈനിൽ വരുന്ന സാധനങ്ങൾ നല്ലതാണോ ചീത്തയാണെന്നൊക്കെ ആർക്കറിയാം? നല്ലതാ. എനിക്ക് ഓൺലൈനിൽ നിന്ന് സാരി വേണം. അല്ല, ഞാനൊരു കാര്യം കേട്ടു. ഈ ഓൺലൈൻ സാരിയുടെ ഐഡിയ നിനക്ക് എവിടെ നിന്ന് കിട്ടിയതാണ്? അത് നാത്തൂൻ മേടിച്ചു. തങ്കം വാങ്ങിച്ചല്ലേ? നിനക്കിപ്പോൾ അതിന്റെ ആവശ്യമില്ല. ഇഷ്ടം പോലെ സാരികൾ അലമാരയിൽ ഇരിക്കുന്നുണ്ട്, അത് മതി. നാത്തൂനുണ്ടല്ലോ ഇഷ്ടം പോലെ സാരി, എന്നിട്ട് നാത്തൂൻ മേടിച്ചല്ലോ പുതിയ സാരി. എടി, അവര് വാങ്ങിച്ചാ വാങ്ങിച്ചോട്ടെ എന്ന് അവര് കാണിക്കുന്ന പോലെ നമ്മൾ കാണിക്കണ. എനിക്ക് പുതിയ സാരി വേണം. പുതിയ സാരി വേണമെങ്കിൽ ഞാൻ വാങ്ങിച്ചു തരാം. ഇപ്പൊ സാരിയുടെ ആവശ്യം എന്ത്? ഏട്ടാ, ഇതാവുമ്പോഴത്തേക്ക് ഏട്ടൻ എന്റെ കൂടെ വരണ്ട, കൊറേ കടയിൽ കയറണ്ട, സെലക്ഷനും എളുപ്പമുണ്ട്. ഏട്ടാ, എനിക്ക് ഓൺലൈൻ സാരി വേണം. നിനക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവൂലേ? ഏട്ടാ, 2500 രൂപയുടെ സാരി ഒക്കെ 1000 രൂപയ്ക്ക് കിട്ടുമെന്നോ? എന്റെ അക്കൗണ്ടിൽ ആകെ 2000 രൂപയുള്ളൂ. അതിന് സാരി വാങ്ങിച്ചു കഴിച്ചാൽ പിന്നെ എന്തെടുത്ത് തിന്നും? കഷ്ടമുണ്ട് ഏട്ടാ. എനിക്ക് മാത്രം ഒരെണ്ണം പോലും ഇല്ലല്ലോ ഓൺലൈൻ സാരി. ഏട്ടൻ എന്താ അത് ആലോചിക്കാത്ത? എന്നോടൊരു സ്നേഹം ഇല്ലാത്തോണ്ടല്ലേ? ഏട്ടാ പ്ലീസ് ഏട്ടാ. എന്തൊരു കഷ്ടാണ് എന്റെ ജമന്തി ഇത്. ഞാൻ എന്നാ 2000-ന്റെ ഒന്നും മേടിക്കൂല. ഒരു 500 രൂപയുടെ സാരി ഞാൻ മേടിച്ചോളാം. എന്തിനാട്ടെ, എനിക്കൊരു ഓൺലൈൻ സാരി വേണം. നല്ലതാ, സമ്മതിക്കേ. എന്താ വേണ്ടത് ഇനി? നീ കാർഡ് തന്നിട്ട് ഏതാ സെലക്ട് ചെയ്യണം? എനിക്ക് അറിഞ്ഞൂടാ അതൊന്നും. ഏട്ടന് ഇഷ്ടമുള്ളതേ ഞാൻ സെലക്ട് ചെയ്യൂ. നോക്ക്, ഇതെങ്ങനെയുണ്ട്? അത് ഇതെങ്ങനെയുണ്ട്? ഇത് എന്താ അത് 1000 രൂപ. അത് കൊള്ളൂലല്ലോ. ഇതോ? ഇത് നല്ല രസമുണ്ട്, കസവൊക്കെ ഉണ്ട്. അത് 750 രൂപയാണ്. അത് വേണ്ട, അത് നന്നല്ലത്. ഇതോ? അത് 120. ഇത് നല്ലതാ, 120 രൂപയുടെ. അത് നല്ലതല്ലേ? എനിക്ക് വേണ്ട. ഇത് കൊള്ളാം, നന്നായിട്ട് ചേരില്ല എനിക്ക്. അത് കുഴപ്പമില്ല. 500 രൂപ. ഇത് ബുക്ക് ചെയ്യട്ടെ? ഇഷ്ടപ്പെട്ടോ? ബുക്ക് ചെയ്തോ? കാർഡ് തന്നെ ഞാൻ അടിച്ചോളാം. ഇനി പിൻ നമ്പർ നിനക്ക് അറിഞ്ഞൂടെ? മൊത്തം പൈസ കൊണ്ടേ എടുക്കണല്ലേ? 2 ദിവസം കഴിയുമ്പോ വരും. എന്തേ? ഒന്നുമില്ല. ഒരു പായസം വെക്കട്ടെ? എന്തൊരു പായസം? എനിക്ക് ആദ്യമായിട്ട് ഓൺലൈൻ സാരി മേടിച്ചൊന്നുമില്ലേ? വേണോ? ചായ എടുക്ക്. വാ. കൊള്ളാലോ. ഇങ്ങോട്ട് വന്നേ. എന്താ? അതെ, ഈ കോട്ട എങ്ങനെയുണ്ടടി? എന്തിനു കൊള്ളാന്നാ? എന്തിനിപ്പോ നിങ്ങക്ക് കോട്ട്? നിങ്ങൾ വെള്ള മാത്രല്ലേ ഇടുള്ളൂ? എടി, മുണ്ടിന്റെ ഷർട്ടിനെ പുറത്തോട്ട് ഇടാൻ പറഞ്ഞ കോട്ട ഇത്. അയ്യടാ, നല്ല കോലായിരിക്കും. എന്താ ഡൽഹി പോകുമ്പോ ഇനി ഞാൻ ഇതാ ഇടാൻ പോന്നെ. നിങ്ങൾ അതിനെങ്ങനെ ഡൽഹി പോണത്? ഡൽഹി പോകുന്ന എന്തിനെന്ന്? എടി, കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടാൽ ഏത് നിമിഷം ഞാൻ ഡൽഹി പോകേണ്ടി വരും. പിന്നെ ക്ലീറ്റോ, ഈ ഡൽഹിയിലുള്ള ആൾക്കാരെ കണ്ട് ഇങ്ങ് പഞ്ചായത്തിനേക്കാളും താഴെയുള്ള നിങ്ങൾ എന്തിനാണ് ആഗ്രഹിക്കുന്നത്? നമ്മുടെ കൊക്കിൽ ഒതുങ്ങുന്നതല്ലേ മോനെ നമ്മൾ ആഗ്രഹിക്കാൻ പാടുള്ളൂ. എത്ര നാളായി പറഞ്ഞു തരണോ? എടി, കേന്ദ്രം നമ്മൾ ആഗ്രഹിച്ചാലേ നമ്മൾ സംസ്ഥാന തലത്തിലെങ്കിലും എത്തും. ആഗ്രഹിക്കാൻ വേണ്ടിട്ട് കുറെ നാളായി, സംസ്ഥാനത്ത് നിർത്തി കണ്ടില്ല. അയ്യോ, പിന്നെ അതിപ്പോ വലിയ സമയമൊന്നും വേണ്ട, നീ നോക്കിക്കോ. ഇതിപ്പോ എങ്ങനെ ഓൺലൈനിൽ മേടിക്കാനോ? ഓൺലൈനിൽ ബുക്ക് ചെയ്യണം. അങ്ങനെ കൊതിയാണെങ്കിൽ ഓഫർ ഈ പെണ്ണ് കൊല്ലുള്ളൂ മനുഷ്യനെ. ലോട്ടറി അടിച്ചു. എന്റെ കണ്ണട ലോട്ടറി അടിച്ചു. എവിടെ? തുടങ്ങി ഒരേ വസ്തുവായിട്ട് ഞാൻ സാരി മേടിച്ചില്ലേ, അവിടുന്ന് എനിക്ക് ലോട്ടറി അടിച്ചു കൊറേ പൈസ. ഒരു പണിയില്ലാതിരിക്കാതെ പറയട്ടാ, നിങ്ങൾ രണ്ടുപേരും കൂടി വർത്താനം പറഞ്ഞ് കളിച്ച് ചിരിച്ചൊക്കെ. സത്യമായിട്ടും അതെ, സാരി മേടിച്ചാലടിക്കല്ലേ, ഇത് അവൾക്ക് കിട്ടാത്തതിന്റെ അസൂയാണ്. ഒരുപാട് എന്തോ ഡോളറൊക്കെ ഉണ്ടെന്ന് കണ്ട മെസ്സേജ് കണ്ടാ? ഈ ചിഹ്നം ഡോളറിന്റെ അല്ലേ? സത്യം തങ്കം
തങ്കം എന്താ എടി ഇങ്ങോട്ട് വന്നേടി. ഒയ്യോ കളിക്കില്ല. എനിക്ക് കടയിലോട് അറിയിച്ചാ പറഞ്ഞില്ലേ എടി സത്യമാടി ഇത്. നീ വായിച്ചു നോക്കിയേ, നിനക്ക് പറ്റുന്ന രീതിയിൽ നീ വായിച്ചു നോക്ക്. കണ്ട ഡോളർ. ആ ആ പൈസ കിട്ടും. നമ്മളെ സാരി മേടിച്ച എന്തോ ആൾക്കാർക്ക് പൈസ എടി പോത്തെ നമ്മൾ സാരി മേടിച്ചത് ഏതോ അമേരിക്കൻ കമ്പനിയുടെ നിന്നാണല്ലോ വാങ്ങിച്ചത്. ആ അപ്പൊ അവരുടെ നറുക്കെടുപ്പിലാ ഇപ്പൊ വീണേക്കണേ. അപ്പൊ എനിക്കെന്താ കിട്ടാ? ഞാൻ നിനക്ക് ഭാഗ്യമില്ല, വീണില്ല, അത്രേ ഉള്ളൂ. ആ എനിക്ക് ലക്കി ഡ്രോ എന്നൊക്കെ എഴുതിയേക്കണ കണ്ടില്ലേ? ഓ സത്യാണോ? സത്യായിട്ടും അതെ. കൊറേ പൈസ കിട്ടൂലേ? പിന്നെ ഒരു സാരി മേടിച്ച ഇങ്ങനെ കിട്ടുന്നു ഞാൻ ഒട്ടും വിചാരിച്ചില്ല. അയ്യോ മോനെ, അപ്പൊ ശരിക്കും പിന്നല്ലാണ്ട് പിന്നെ എനിക്ക് കിട്ടിയില്ലെങ്കിൽ എന്താ? നിനക്ക് കിട്ടണ എനിക്ക് കിട്ടണോലല്ലേ? പിന്നെ എന്നാലും എനിക്ക് തങ്കത്തിന് കിട്ടുന്നത് എനിക്ക് കിട്ടുന്ന പോലെയാ. ഇത് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റണില്ലായിരുന്നേ. നീ കനകനെ വിളിച്ചു പറഞ്ഞോ? ഇല്ല. വിളിക്കുന്ന വിളിക്കണോ ഇപ്പോ? അല്ലെങ്കിൽ സർപ്രൈസ് കൊടുക്കാം. ആ വരട്ടെ, വരുമ്പോ കേട്ടൊന്ന്. അതെ അമ്മാവനെ ഒന്ന് വിളിച്ച് പറഞ്ഞാലോ? അമ്മാവനെ വിളിച്ചാ അമ്മാവന്റെ വരട്ടെ, എല്ലാരും അറിയണ്ടേ സന്തോഷം. അമ്മയ്ക്ക് ഗുരുവായൂർ വാങ്ങണ്ട നേരവേ. എടുക്കട്ടെ ചേച്ചി. അമ്മാവാ അമ്മാവാ ഒന്ന് എത്ര ഇവിടെ ഇവിടെ വരണ ഒരു വിശേഷമുണ്ട്. ഫാസിലേ, ഇത് എൻ്റെ അക്കൗണ്ടിൽ പൈസ കാണാനില്ല, സീറോ ബാലൻസ്. എനിക്ക് പൈസ കിട്ടിയല്ല, കുഴപ്പമൊന്നുമില്ല. ഇതെന്ത് വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? നീ ഒന്നും കൂടി ഇട്ട് നോക്ക്, ചിലപ്പോൾ അത് എറർ കാണിക്കായിരിക്കുള്ളൂ. ഇല്ലടാ, ഞാൻ 2-3 പ്രാവശ്യം നോക്കി. സീറോ ബാലൻസാ? സീറോ ബാലൻസ്. ഒറ്റ പൈസ ഇല്ലേ? ഒരു പൈസ ഇല്ല. അല്ല നിനക്ക് മെസ്സേജ് വന്നതല്ലേ സാലറി വന്നതിൻ്റെ? ഉവ്വന്നേ മെസ്സേജ് വന്നു. പിന്നെ അതിൻ്റെ ബാലൻസ് കാണൂലേ അത്? അത് കാണണ്ടേ? അതെവിടെ? അല്ല പിന്നെ വല്ലതും? വേറൊന്നുമില്ല. എനിക്ക് പൈസ കിട്ടിയാണല്ലോ, കണ്ട ഞാൻ ആവശ്യത്തിനുള്ള പൈസ എടുത്ത് കറക്റ്റ് ആണല്ലോ. അങ്ങനെ വരാതിരിക്കൂല, ഒന്നുകൂടി നോക്കിയതിൽ. നോക്കിയെന്നേ, ഞാൻ 3-4 പ്രാവശ്യം നോക്കിയല്ലോ. ചിലപ്പോ ഇത് നമ്മുടെ ബ്രാഞ്ചിന്റെ ATM അല്ലല്ലോ, നമ്മുടെ ബാങ്കിൽ ചെന്ന് നോക്കിയാൽ ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കും. ഇതുപോലെ സംഭവിക്കാറുണ്ട്. മെസ്സേജ് അത് കൃത്യമായിട്ട് വരാഞ്ഞിട്ടാണ്, അത് ടെൻഷൻ ഒന്നും അടിക്കണ്ട. എടാ നമ്മൾ വേറെ ഈ ATM ഒക്കെ മാറി എടുക്കുന്നതല്ലേ, ഒരു കുഴപ്പമില്ലല്ലോ. അല്ല ഇപ്പൊ ഇതൊക്കെ ഈ GST അത് ഇതൊക്കെ വന്നപ്പോൾ ഇങ്ങനെ ചില മിസ്സിങ് കാണിക്കുന്നുണ്ട്. അത് കറക്റ്റ് ആവും. പൈസ ഒന്നും 10 പൈസ പോകില്ല. ഇപ്പൊ ട്രഷറിയിൽ നിന്നല്ലേ ബാങ്കിൽ ഇട്ടേക്കണം, അതെങ്ങനെയാ പോണത്? ഇപ്പൊ എൻ്റെ നല്ല കൃത്യമായിട്ടുണ്ട്. മാത്രല്ല ഒരു 2 കുറിയുണ്ട്, പിന്നെ നിന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയ പൈസ ഞാൻ തരണ്ടേ? അതിപ്പോ നാളെ തന്നാലും മതി. അല്ലെ നമുക്ക് പോണ വഴി ബ്രാഞ്ചിൽ കയറി ഒന്ന് അന്വേഷിച്ചാലോ? ഇതേ ചിലപ്പോൾ കാർഡ് ഇവിടെ ഒരഞ്ഞിട്ടായിരിക്കുള്ളൂ, ഇനി മെമ്മറി കാണിക്കൂല. ചിലതിങ്ങനെ ഇട്ടിട്ട് തേഞ്ഞു കഴിഞ്ഞാലേ ഇല്ലടാ, ഞാൻ ഇന്നലെ മിനിഞ്ഞാന്നും കൂടി എടുത്തതല്ലേ. ആണോ? അപ്പൊ ആ ബാലൻസ് പൈസ ഉണ്ടായിരുന്നു, അതും കാണാനില്ലാന്ന്. അങ്ങനെ ഒരു പൈസ ഒന്നും പോകില്ല, അതോർത്ത് നീ പേടിക്കണ്ട. ഇതിപ്പോൾ ഇതിൻ്റെ എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയിരിക്കുള്ളൂ. ഞാനിട്ടപ്പോൾ തന്നെ കിട്ടുകയും ചെയ്തെന്നാ. ഹലോ, എന്താണ്? വരികയാണ്, വന്നോണ്ടിരിക്കുകയാണ്. ശരി. അതെ, ഒന്നും കൂടി നോക്കാം.